ഹരേ കൃഷ്ണ. ശ്രീ രാധേ രാധേ, ശ്രീ രാധേ രാധേ, ശ്രീ രാധേ രാധേ. എത്ര പേര് കൃഷ്ണഭക്തന്മാരാണ്, എത്രയോ പേര് കൃഷ്ണഭക്തന്മാരാണല്ലേ. ഒരിക്കലും എണ്ണാവതിലപ്പുറം ആളുകളൊക്കെ കൃഷ്ണഭക്തന്മാരാണ്. എന്നാൽ രാധാറാണിയുടെ ഭക്തന്മാരായിട്ട് ആരൊക്കെയാണ് ഉള്ളത്? രാധാറാണിയെ പ്രാർത്ഥിക്കുന്നു, പൂജിക്കുന്നു, രാധാറാണിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നു, രാധാ സഹസ്രനാമങ്ങൾ ജപിക്കുന്നു. ഇങ്ങനെയുള്ളവരാരെല്ലാമാണ്? ഇത്ര പേര് അങ്ങനെ എന്നും രാധാറാണിയെ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലൊന്ന് കമൻ്റ് എഴുതൂ, രാധേ രാധേ, രാധേ രാധേ എന്ന്. എല്ലാവരും കൃഷ്ണഭക്തന്മാരാണ്. എന്നാൽ രാധാറാണിയെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ഭഗവാന്റെ അന്തരംഗ ശക്തിയാണ് രാധാറാണി. ഭഗവാന്റെ നിഴലാണ് രാധാറാണി. ഭഗവാൻ രാധാറാണിയെ എത്രത്തോളം പ്രിയമാണെന്ന് നമുക്ക് ഈ മലയാളികൾക്ക് വളരെ കുറച്ച് ആളുകൾക്ക് അറിയുള്ളൂ. എന്നാൽ വൃന്ദാവനത്തിലൊന്ന് പോയി നോക്കൂ, അവിടെ ചെന്നാൽ അറിയാം രാധാറാണിയുടെ മഹത്വം. നമ്മളൊക്കെ കൃഷ്ണനെ ചെറുപ്പം മുതൽ ആരാധിക്കുന്നു. എന്നാൽ ആ വൃന്ദാവനത്തിൽ പോയതിന് ശേഷമാണ് രാധാറാണിയുടെ മഹത്വം ഞാൻ മനസ്സിലാക്കുന്നത്. ആ രാധാറാണിയെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ദിവസം ആ രാധാ മന്ത്രങ്ങൾ ജപിച്ചു നോക്കൂ. അതൊന്നും അറിയില്ലെങ്കിൽ രാധേ രാധേ, ശ്രീ രാധേ രാധേ, ശ്രീ രാധേ രാധേ എന്ന് മാത്രം പറഞ്ഞു നോക്കൂ. ഭഗവാൻ എത്രത്തോളം നമ്മളിൽ പ്രസാദിക്കുന്നു എന്നറിയോ. ഇനി മുതൽ അങ്ങനെ ഒന്ന് ജപിച്ചു നോക്കൂ. വൃന്ദാവനത്തിൽ ചെന്നറിയാം, എവിടെയും രാധേ രാധേ എന്നുള്ള മന്ത്രങ്ങൾ മാത്രം. റിക്ഷക്കാർ പോലും രാധേ രാധേ എന്ന് അറിഞ്ഞിട്ടാണ് വണ്ടി ഓടിക്കുക. നമ്മൾ കാണുന്ന സമയത്ത് രാധേ രാധേ എന്ന് പറയും. ആ പവിത്രമായ വൃന്ദാവനത്തിൽ എത്തിച്ചേരാൻ ഞങ്ങളുടെ മാതാജി പറഞ്ഞിരുന്നു, രാധാറാണിയെ ദിവസം പ്രാർത്ഥിക്കണം, എന്നാലേ രാധാറാണി വിചാരിച്ചാലേ നമുക്ക് വൃന്ദാവനത്തിൽ പോകാൻ സാധിക്കുള്ളൂ എന്ന്. അങ്ങനെ മക്കളും എല്ലാവരും അങ്ങനെ ദിവസം രാധാറാണിയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് നമുക്ക് ഭഗവാൻ നമ്മളെ ആ വൃന്ദാവനത്തിലേക്ക് എത്തിച്ചു. ഭഗവാന്റെ പ്രേമലീലകൾ വിളയാടുന്ന, ഭഗവാന്റെ കുഞ്ഞു പാദങ്ങൾ വെച്ച് ഓടിക്കളിച്ച സ്ഥലം, ഭഗവാൻ ജനിച്ച സ്ഥലം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഭഗവാന്റെ രാധാറാണിയുടെയും കാരുണ്യത്തിൽ അവിടെ എത്തി കാണാൻ സാധിച്ചു. ഏതോ മുജ്ജന്മ പുണ്യം, ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും അവിടെ ജനിച്ചിരിക്കാം ഏതെങ്കിലും ജന്മങ്ങളിൽ. അതുകൊണ്ടായിരുന്നു വീണ്ടും അവിടെ ഒന്ന് കാണാൻ സാധിച്ചത്. രാധേ രാധേ. ആ രാധാറാണിയെ ദിവസവും പ്രാർത്ഥിക്കൂ. നമ്മളെ എല്ലാ കാര്യങ്ങളും ആ റാണി നമുക്ക് സാധിപ്പിച്ചു തരും. രാധാറാണിയുടെ മഹത്വം എത്ര പറഞ്ഞാലും മതിയാവില്ല. ആ ഭഗവാന്റെ ആ പ്രേമലീലകൾ വിളയാടുന്ന ആ ഭൂമിയിൽ വെച്ചാണ് രാധാറാണിയുടെ മഹത്വം ഞങ്ങൾക്ക് മനസ്സിലായത്. എത്രമാത്രം രാധാറാണിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ അത്രമാത്രം ഭഗവാനും നമ്മോട് അടുക്കുന്നു. നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ അടിവെച്ചൊക്കെ തൊഴാറുണ്ട്. എന്നാൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് ജപിച്ചിട്ടും തൊഴും. അങ്ങനെ അമ്പലത്തിൽ ഗുരുവായൂർ പോകുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വലം വയ്ക്കുന്ന സമയം അടിവെച്ച് വലം വെച്ച് തൊഴുന്ന സമയം നമ്മൾ രാധാറാണിയെ മനസ്സിൽ വിചാരിച്ചു ശ്രീ രാധേ രാധേ, ശ്രീ രാധേ രാധേ എന്ന് പറഞ്ഞു നോക്കൂ. ഭഗവാൻ എന്തൊരു സന്തോഷമാവുമെന്നറിയോ. ഭഗവാന്റെ കൂടെ രാധാറാണി എപ്പോഴും ഉണ്ടാവും. ആ ഭഗവാന്റെ നിഴലായ രാധാറാണിയെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം ഭഗവാന് നമ്മോട് എന്തെന്നില്ലാത്തൊരു സ്നേഹം
തോന്നുന്നു. ആ കൃഷ്ണഭക്തി ലഭിക്കാൻ വേണ്ടി നമ്മൾ രാധാറാണിയെ പ്രാർത്ഥിക്കണം. നമ്മുടെ കാര്യങ്ങളൊക്കെ ആ റാണി നമ്മൾക്ക് സാധിപ്പിച്ചു തരും. ഇനിയെങ്കിലും ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തു നോക്കൂ. രാധേ രാധേന്ന് എത്രത്തോളം നമ്മൾ രാധാറാണിയെ പ്രാർത്ഥിക്കുന്നോ അത്രത്തോളം ഭഗവാനും രാധാറാണിയും നമ്മുടെ കൂടെ ഉണ്ടാവും. എന്നാൽ ചിലരൊക്കെ നമ്മളെ കളിയാക്കും, ഓ ഇത്രയൊക്കെ ഭഗവാനെ രാധാറാണിയും പ്രാർത്ഥിച്ചിട്ട് എന്തേ, നിങ്ങൾക്ക് പരീക്ഷണങ്ങളൊന്നുമില്ലേ? ഉണ്ടാവും. ഒരു പക്ഷേ ജോലി ലഭിക്കാണ്ടിരിക്കുക, ജോലി നഷ്ടപ്പെടുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാൽ രാധാറാണിയുടെ ഉള്ള ആ ഭക്തിപ്രേമത്താൽ, കണ്ണനോടുള്ള ആ ഭക്തിപ്രേമത്താൽ നമ്മളെ എത്രത്തോളം പരീക്ഷണങ്ങൾ നമ്മൾക്ക് ലഭിച്ചാലും അതിലേറെ നമ്മളെ കൈപിടിച്ചുയർത്തും. തീർച്ചയാണ്. എത്ര നമ്മളെ കഷ്ടപ്പെടുത്തിയാലും നമ്മൾ രാധാറാണിയെ കൈവിടരുത്, ഭഗവാനെ കൈവിടരുത്. എപ്പോഴും ശ്രീരാധേ ശ്രീരാധേ എന്നല്ലാതെ ഒരു നാമം വേണ്ട. അങ്ങനെ ജപിച്ചിട്ട് രാധാറാണിയെ പ്രാർത്ഥിച്ചു നോക്കൂ. ക്ഷിപ്രഫലസിദ്ധിയാണ്. അതേപോലെ നമ്മുടെ എന്തെങ്കിലും വലിയൊരു കാര്യങ്ങൾ സാധിക്കാനുണ്ട്, നല്ലതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സാധിക്കാനുണ്ടെങ്കിൽ കളർ A4 ഒക്കെ എടുത്തിട്ട് അതിൽ മാല കിട്ടാനുള്ള രൂപത്തിൽ കട്ട് ചെയ്തിട്ട് അതിൽ ശ്രീരാധേ 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 എന്ന് എഴുതി നോക്കൂ. എന്നിട്ടതൊരു മാല തീർത്തിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ കണ്ണൻ്റെ രാധയുടെയും കഴുത്തിലോ അല്ലെങ്കിൽ കണ്ണൻ്റെ കഴുത്തിലോ ചാർത്തു. ആ ചുമരയിൽ ഇരിക്കുന്ന കണ്ണൻ്റെ കഴുത്തിലൊക്കെ ഒന്ന് ചാർത്തു, അല്ലെങ്കിൽ നടക്കിലുള്ള കണ്ണനിലെ അവിടെയോ ചാർത്തി നോക്കൂ. നല്ല ഫലം ലഭിക്കുന്നതാണ്. കാര്യങ്ങളൊക്കെ വളരെ വേഗം നടക്കും. നമ്മളെ എത്രത്തോളം പരീക്ഷിക്കുന്നു അതിൽ ഇരട്ടിയായിട്ട് ഭഗവാൻ നമ്മുടെ കൈപിടിച്ചും ഉയർത്തും. ഒരിക്കലും ഭക്തി കൈവിടരുത്. ആ ഭക്തി പ്രേമം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രയോ പുണ്യം നേടി നമ്മുടെ പാപങ്ങളെല്ലാം മാറും. രാധാറാണിയെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ കഴിഞ്ഞു പോയ മുജ്ജന്മഫല പാപഫലങ്ങളെല്ലാം നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറിയിട്ട് പോകാൻ സാധിക്കും. അത്രയും പുണ്യവതിയായ രാധാറാണിയെ എല്ലാവർക്കും അറിയണമെന്നില്ല. എന്നാൽ ഇനി മുതൽ ഒന്ന് രാധാറാണിയെ പ്രാർത്ഥിക്കൂ, കാര്യങ്ങളെല്ലാം വളരെ വേഗം നടക്കും. ആ രാധാറാണിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും എല്ലാം നമുക്കൊരു വിഷമവും ഇല്ല. എന്തൊക്കെ പരീക്ഷണങ്ങളുണ്ടെങ്കിലും ഒരിക്കലും നമ്മൾ തളരില്ല. രാധേ രാധേ ശ്രീ രാധേ രാധേ ശ്രീ രാധേ രാധേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കൂ. ജപമാലയിൽ ജപിക്കുകയാണെങ്കിൽ 108 തവണയോ എത്ര വേണമെങ്കിലും ശ്രീരാധേ 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 എന്ന് ജപിക്കാം. അല്ലെങ്കിൽ രാധാമന്ത്രമായ മന്ത്രങ്ങൾ ജപിക്കാം. രാധാസഹസ്രനാമങ്ങൾ ജപിക്കാം. രാധാസഹസ്രനാമം എത്രത്തോളം പുണ്യമാണെന്നറിയോ? ഭഗവാൻ കൈലാസനാഥൻ പോലും പാർവതീദേവിക്ക് ഉപദേശിച്ചു നൽകുന്നുണ്ട് ഈ രാധാസഹസ്രനാമ മഹാത്മ്യങ്ങൾ. ഏകാദശി ദിവസമൊക്കെ അത് ജപിക്കുന്നത് വളരെ പുണ്യദായകമാണ്. ഇനി മുതൽ രാധേ രാധേ രാധാറാണിയെയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കൂ. ശ്രീരാധേ 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 ശ്രീരാധേ. ആ രാധാറാണിയെ പ്രാർത്ഥിച്ച് നമ്മൾ ആ മാല തീർക്കുന്ന സമയം ഓരോ ആ ഷീറ്റിലും രാധേ രാധേ ശ്രീരാധേ രാധേ ശ്രീരാധേ രാധേ എന്ന് എഴുതുന്ന സമയത്ത് നമ്മൾ നോൺ വെജൊന്നും കഴിക്കാതെ മനമുരുക്കി രാധാറാണിയെ പ്രാർത്ഥിക്കൂ. നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഒരു കാര്യം വിചാരിക്കണം. അതായത് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യരുത്. ഒരു കാര്യം മാത്രം പ്രാർത്ഥിച്ചിട്ട് ആ രാധാ മന്ത്രങ്ങൾ എഴുതൂ. എന്നിട്ട് മാല തീർക്കൂ, ഭഗവാന് സമർപ്പിക്കൂ. ഗുരുവായൂർ പോകുമ്പോൾ ഫലപ്രാപ്തി പെട്ടെന്ന് ലഭിക്കുന്നതാണ്.
ആ രാധാമന്ത്രത്തിൻ്റെ ഫലസിദ്ധി എത്രത്തോളമാണെന്ന് അനുഭവിച്ചറിയൂ. ഇനി അങ്ങനെ നമ്മൾ രാധാറാണിയെയും കണ്ണനെയും പ്രാർത്ഥിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ശ്രീകോവിലിൽ രാധാറാണിയും കണ്ണനുമായിട്ട് ഇരിക്കുന്നത്. ആ ശ്രീകോവിലിൽ നമ്മൾ അന്ന് കാണുന്നത് അത്രയും ഭക്തി നമ്മുടെ മനസ്സിൽ വന്നാൽ രാധാറാണിയെയും കണ്ണനെയും അവിടെ കാണാം. ശ്രീ രാധേ രാധേ, ശ്രീ രാധേ രാധേ, ശ്രീ രാധേ രാധേ.